മെമ്പറേ, ഈ വിളി മലയാളിക്ക് സുപരിചിതമാണ്. കഥകളിൽ, സിനിമകളിൽ, തമാശകളിലൊക്കെ കയറി വരുന്ന ഒരു മെമ്പർ ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എന്താണ് ജനാധിപത്യം? അവർക്ക് ജനാധിപത്യത്തെ കുറിച്ച് പ്രസംഗിക്കാനോ പ്രബന്ധം എഴുതാനോ കഴിഞ്ഞെന്ന് വരില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മെമ്പറാണ്. വെള്ളം, വീട്, വെളിച്ചം, പെൻഷൻ അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായി അവർ ഫോൺ ചെയ്ത് ആവലാതികൾ പങ്കുവെക്കുന്ന സ്വന്തം മെമ്പർ. സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ജനാധിപത്യം എവിടെ വരെയുണ്ടെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് ഓഫീസ് വരെയെന്നായിരിക്കും പലരുടെയും ഉത്തരവും അനുഭവവും. പഞ്ചായത്ത് ഓഫീസുകളിലൂടെയാണ് സാധാരണ മനുഷ്യൻ ജനാധിപത്യത്തിന്റെ മിടിപ്പും തുടിപ്പും അറിയുന്നത്. പക്ഷേ ആ മിടിപ്പും തുടിപ്പും ഇന്ന് നിലക്കുകയാണോ? നമ്മുടെ നാട്ടിലെ വാർഡുകളുടെയും പഞ്ചായത്തുകളുടെയും കഴുത്തിൽ പിടിമുറുക്കി അതിനെ ശ്വാസം മുട്ടിക്കുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സാമ്പത്തികമായി തളർത്തി അതിന്റെ അധികാരങ്ങളെയും നിലനിൽപ്പിനെ തന്നെയും പതിയെ പതിയെ ഇല്ലാതാക്കുന്ന ഭരണകൂടത്തിന്റെ ഞെട്ടിക്കുന്ന നടപടികളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ആരോപണങ്ങളല്ല, ഒരു ജനതയുടെ നെഞ്ചിൽ തറക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നമുക്ക് ലൈഫ് മിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ദിരാ ആവാസ് യോജന, രാജീവ് ആവാസ് യോജന, EMS ഭവന പദ്ധതി തുടങ്ങി കാലങ്ങളായിട്ടുണ്ടായിരുന്ന വിവിധ പദ്ധതികളെ സംയോജിപ്പിച്ച് പാവപ്പെട്ടവന് അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന ലക്ഷ്യത്തോടെ കെട്ടിഘോഷിച്ച് അവതരിപ്പിച്ച പദ്ധതി. പേര് പോലെ തന്നെ ആയിരങ്ങൾക്ക് ജീവൻ നൽകേണ്ടിയിരുന്ന ഈ സ്വപ്ന പദ്ധതിയുടെ ജീവൻ തന്നെ ഇന്ന് സംസ്ഥാന സർക്കാർ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണക്കുകൾ സംസാരിക്കട്ടെ. കഴിഞ്ഞ വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗ്രാമീണ നഗര മേഖലകളിലായി സർക്കാർ അനുവദിച്ചത് 692 കോടി രൂപയാണ്. എന്നാൽ ഇതിൽ കേവലം 247 കോടി മാത്രമാണ് സർക്കാർ ലൈഫ് മിഷന് കൈമാറിയത്. വിചിത്രമായ കാര്യമതല്ല, ഈ 247 കോടിയിൽ നിന്ന് പഞ്ചായത്തുകൾക്ക് ആകെ നൽകിയത് 110 കോടി രൂപ മാത്രം. ബാക്കി വരുന്ന 136 കോടി രൂപ ഗുണഭോക്താവിന്റെ കൈകളിലേക്ക് എത്തേണ്ട പണം ലൈഫ് മിഷൻ സർക്കാരിലേക്ക് തന്നെ തിരിച്ചടച്ചു. എന്തിന്? ആർക്കു വേണ്ടി? ഇതിനിടയിൽ സർക്കാരിനെ വിശ്വസിച്ച് ഗുണഭോക്താക്കൾക്ക് സ്വന്തം ഫണ്ടിൽ നിന്ന് മുൻകൂട്ടി പണം നൽകിയ തദ്ദേശ സ്ഥാപനങ്ങളാണ് യഥാർത്ഥത്തിൽ പെരുവഴിയിലായത്. പാലക്കാട് മരുത പഞ്ചായത്തിന് 95 ലക്ഷം, എലപ്പുള്ളിക്ക് 50 ലക്ഷം, തിരുവനന്തപുരം പൂവച്ചലിന് 80 ലക്ഷം, ഇങ്ങനെ കടക്കണിയിലായ പഞ്ചായത്തുകളുടെ പട്ടിക നീളുകയാണ്. ഇത് കെടുകാര്യസ്ഥതയല്ല, ഒരു ജനതയോടുള്ള ക്രൂരമായ വഞ്ചനയാണ്. ലൈഫ് മിഷൻ ഒരു ഉദാഹരണം മാത്രം. തദ്ദേശ സ്ഥാപനങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന നയമാണ് സർക്കാർ ഉടനീളം സ്വീകരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ടിലെ 20% ലൈഫിന് വേണ്ടി നിർബന്ധമായി മാറ്റിവെക്കണമെന്നാണ് ചട്ടം. ഫലമോ മറ്റു വികസന പദ്ധതികൾക്ക് പണമില്ലാതെ റോഡിലെ ഒരു കുഴിയടക്കാൻ പോലും ആവാതെ നട്ടം തിരിയുകയാണ് നമ്മുടെ പഞ്ചായത്തുകൾ. 2024-25 സാമ്പത്തിക വർഷത്തെ വികസന ഫണ്ടിൽ സർക്കാർ ആകെ നൽകിയത് 2 ഗഡുക്കൾ മാത്രം. അതും 3-ാം ഗഡു നൽകേണ്ട നവംബർ മാസത്തിലാണ് 2ാമത്തെ ഗഡു നൽകുന്നത്. ഇത് പോരാഞ്ഞിട്ട് ക്യൂബിൽ എന്ന് പറയുന്ന പിടിച്ചുപറി വേറെയും. സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ